ഗുഡ് മോർണിംഗ്. മൈക്രോ പ്രൊസസ്സറിലെ മൊഡ്യൂൾ 3 8085 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഇൻ മൈക്രോ പ്രൊസസ്സർ 8085. നമുക്കറിയാം, നമ്മൾ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ നമ്മൾ പഠിച്ചു. നമ്മൾ ആ പ്രോഗ്രാംസൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും പഠിച്ചു. അതേപോലെ നമുക്ക് മൈക്രോ പ്രൊസസ്സറിലും നമുക്ക് എന്ത് ചെയ്യുക, പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നോർമലി നമ്മൾ മൈക്രോ പ്രൊസസ്സറിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റിലെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഇൻ മൈക്രോ പ്രൊസസ്സറാണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് എൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സർട്ടൻ ലോജിക് ബൈ എക്സിക്യൂട്ടിങ് എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷന് നമ്മൾ അതിലെന്തുണ്ടാവും, അതിൽ സം ലോജിക്സ് ഉണ്ടാവും. ആ ലോജിക്കുകൾ ലോജിക്ക് അപ്ലൈ ചെയ്തിട്ട് ആ ലോജിക്ക് യൂസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ടാസ്ക് ആയിരിക്കും അവിടുന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിംഗ് ടെക്നിക്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, നമുക്ക് ഇവിടെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സം പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആണ് ലൂപ്പിങ്, കൗണ്ടിങ്, ഇൻഡെക്സിങ്. ലൂപ്പിങ്, കൗണ്ടിങ്, ഇൻഡെക്സിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളെ സിലബസ് ചെറിയ സിലബസാണ്, 80 മാർക്സ് ആണുള്ളത്. 80 മാർക്സിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നും ഒഴിവാക്കരുത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒന്നും ഒഴിവാക്കി പഠിക്കരുത്. അപ്പം എക്സാമിന് ചിലപ്പം ചോദിക്കും പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഇൻ മൈക്രോ പ്രൊസസ്സർ 8085 എന്ന് ചോദിക്കും. അപ്പം 3 ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിലത്തത് ലൂപ്പിംഗ് ആണ്. അപ്പോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, ഒരു പെർട്ടിക്കുലർ ഒരു സർട്ടൻ കണ്ടീഷൻസ് മെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലൂപ്പിംഗ് നമ്മൾ കണ്ടു. ലൂപ്പിങ്ങിൽ നമുക്ക് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ലൂപ്പിംഗ് അല്ലേ. ലൂപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർട്ടൻ ടാസ്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്യുന്നത് വരെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ദ പ്രോഗ്രാം ഈസ് ഇൻസ്ട്രക്റ്റഡ് ടു എക്സിക്യൂട്ട് എ സർട്ടൻ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ റിപ്പീറ്റഡ്ലി ടു എക്സിക്യൂട്ട് എ പെർട്ടിക്കുലർ ടാസ്ക് നമ്പർ ഓഫ് ടൈംസ്. ഒരു ഇത്ര നമ്പർ i ലെസ് ദാൻ 5 ആണെങ്കിൽ ആ ഒരു 5 ടൈംസ് 1 to 5 i ഈക്വൽ ടു 1 i ലെസ് ദാൻ 5 ആണെങ്കിൽ 1 2 3 4 വരെ അത് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടാസ്ക്കാണ് നമ്മൾ പറഞ്ഞത്, 5 വരെ എക്സിക്യൂട്ട്, 5ൻ്റെ താഴെയുള്ള സ്മോളസ്റ്റ് നമ്പേഴ്സിനെ പ്രിൻ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് i ലെസ് ദാൻ 5 എന്ന് കൊടുക്കും. ഇപ്പോൾ ഈ i ലെസ് ദാൻ 5 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താ നമ്മൾ യൂസ് ചെയ്തത്, i ലെസ് ദാൻ 5 ആണ്. അതെന്താണ്, ഒരു ലൂപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുത്തത്. അതിനൊരു ഇനീഷ്യലൈസേഷൻ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ 5 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് നമ്മൾ ഈ ഒരു PDF നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ടു ആഡ് 10 നമ്പേഴ്സ് സ്റ്റോർഡ് ഇൻ എ കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻ യു ഹാവ് ടു പെർഫോം അഡിഷൻ 10 ടൈംസ്. നമുക്ക് ഒരു 10 നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുമോ, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അവിടെ 10 ടൈംസാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അഡിഷൻ 10 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒക്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അഡിഷൻ 10 ടൈംസ് നമുക്ക് ഒക്കർ ചെയ്യണമെങ്കിൽ അവിടെ എന്താ ഉള്ളത്, ലൂപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ നോർമലി നമ്മൾ പ്രോഗ്രാംസിലൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് മൈക്രോ പ്രൊസസ്സറിലും ലൂപ്പിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്, ലൂപ്പിംഗ് കൗണ്ടിങ് ഇൻഡെക്സിങ്. അതിൽ ലൂപ്പിംഗ് എന്താ നമ്മൾ പറഞ്ഞു. അടുത്തത് എന്താണ്, കൗണ്ടിങ് ആണ്. കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമർ ടു കൗണ്ട് ഹൗ മെനി ടൈംസ് ദ ഇൻസ്ട്രക്ഷൻസ് സെറ്റ് ആർ എക്സിക്യൂട്ടഡ്, എത്ര ടൈംസ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൗണ്ടറിൻ്റെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യും. കൗണ്ടറിൻ്റെ വാല്യൂ നമ്മൾ 10 കൊടുക്കുകയാണെങ്കിൽ 10നെ നമ്മൾ ഡിക്രിമെൻറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ 10 9 8 നമ്മൾ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻസ് മെറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൗണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ടെക്നിക്ക് എന്താണുള്ളത്, ഇൻഡെക്സിങ് ആണ്. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ തിയററ്റിക്കലായിട്ടുള്ള കോൺസെപ്റ്റുകൾ മാത്രമാണ്. അപ്പോൾ ഇവിടെ ഒന്നും നിങ്ങൾക്കൊന്നും എഡിറ്റ്
നെറ്റിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. നമ്മൾ വൈറ്റ് ബോർഡ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതേണ്ടതൊക്കെ ഞാൻ അൺറിട്ടൺ ആയിട്ട് എഴുതി കാണിച്ചു തരാം കേട്ടോ. പിന്നെ കൗണ്ടിങ് എന്താണെന്ന് മനസ്സിലായില്ലേ? കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ടെക്നിക് അലോ പ്രോഗ്രാമർ ടു കൗണ്ട് ഹൗ മെനി ടൈംസ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർ എക്സിക്യൂട്ട്, എത്ര ടൈം ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡെക്സിങ് ആണ്. ഇൻഡെക്സിങ് എന്താണ്? പ്രോഗ്രാമിംഗ് ടെക്നിക്കിൽ മൂന്നാമത്തെ ടെക്നിക്കാണ്. ആദ്യത്തെ ലൂപ്പിംഗ്, രണ്ടാമത്തെ കൗണ്ടിങ്, മൂന്നാമത്തേത് ഇൻഡെക്സിങ്. This in programming technique in microprocessor 8085 allows programmer to refer the data stored in sequential memory location one by one. അപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സിങ്ങിൽ എന്താ പറയുന്നത്? നമ്മൾ ഈ ഡാറ്റ നമ്മൾ പ്രോഗ്രാമർ റെഫർ ചെയ്യുന്ന ഡാറ്റാസൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? സീക്വൻഷ്യലായിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷനിൽ 1 by 1 ആയിട്ട് സീക്വൻഷ്യലായിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ആ സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ ഡാറ്റനെ റെഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ടെക്നിക്കിനെയാണ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ലൂപ്പിംഗ് പഠിച്ചു, കൗണ്ടിങ് പഠിച്ചു, ഇൻഡെക്സിങ് പഠിച്ചു. അപ്പോൾ ലൂപ്പിംഗ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, കൗണ്ടിങ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇൻഡെക്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമർക്ക് റെഫർ ചെയ്യാനുള്ള ഡാറ്റ സീക്വൻഷ്യലായിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ആ ഡാറ്റനെ നമ്മൾ പ്രോഗ്രാമർ 1 by 1 ആയിട്ട് എന്ത് ചെയ്യാണ്? റെഫർ ചെയ്യാണ്. അതിന് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ടൈംസ് നമ്മൾ കൗണ്ട് ചെയ്യുന്ന കൗണ്ടറിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ഇൻക്രിമെൻ്റ് ചെയ്യുക, ഡിക്രിമെൻ്റ് ചെയ്യുക, എത്രയാണ് ഡാറ്റ പ്രോഗ്രാമർ എങ്ങനെയാണ് കോൺസിക്യൂട്ടീവായിട്ടുള്ള എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ടാസ്ക് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് എത്ര ടൈംസ് അവിടെ ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് എത്ര ടൈമാണ് എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻസ് ഉണ്ടാവും. ആ കണ്ടീഷൻസ് എത്ര ടൈംസ് മെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൂപ്പിംഗ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ടൈം ഡിലേ ആണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? ടൈം ഡിലേ. ഇവിടെ നമ്മളൊരു കൗണ്ടർ യൂസ് ചെയ്തിട്ടാണ് ഇത് സെറ്റപ്പ് ചെയ്തത്. ഇറ്റ് ഈസ് എ സിമിലർ പ്രോഗ്രാമിംഗ് ടെക്നിക് യൂസ്ഡ് ടു സെറ്റപ്പ് എ കൗണ്ടർ. Register is loaded with a number of depending on the time delay required and then register is decremented until it reaches 0. നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം എന്തെങ്കിലും ഒരു ടാസ്ക് നമുക്ക് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ എന്തുണ്ടാവും? അവിടെ നിങ്ങൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടാവും, ഡിലേ ജനറേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, ഡിലേ സംഭവിച്ചിട്ടുള്ള ടൈമിംഗ് ഡയഗ്രാംസൊക്കെ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു എത്ര ഒരു പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ രജിസ്റ്ററിൽ നിന്ന് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും? ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു ടൈം ഡിലേ ഉണ്ടാവും. ആ ഡിലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? ഒരു കൗണ്ടർ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ ടൈമിങ്ങിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ചെറിയ കോൺസെപ്റ്റാണ് ടൈം ഡിലേ. അപ്പം നമ്മൾ ഫസ്റ്റിലെ ടോപ്പിക്കിലോട്ട് നമ്മൾ വീണ്ടും നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. ഫസ്റ്റിലത്തേത് നമ്മൾ പറഞ്ഞു ലൂപ്പിംഗ്, രണ്ടാമത്തേത് കൗണ്ടിങ്, മൂന്നാമത്തേത് ഇൻഡെക്സിങ്. ലൂപ്പിനെ നമ്മൾ 2 times ലൂപ്പുണ്ട്. ലൂപ്പിനെ നമ്മൾ ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 2. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് ലൂപ്പ്, രണ്ടാമത്തേത് കണ്ടീഷണൽ ലൂപ്പ്. അപ്പോൾ ലൂപ്പിനെ നമ്മൾ ലൂപ്പിങ്ങിനെ 2 times ലൂപ്പിംഗ് ഉണ്ട്, കണ്ടിന്യൂസ് ലൂപ്പുണ്ട്, പിന്നെ കണ്ടീഷണൽ ലൂപ്പുണ്ട്. കണ്ടിന്യൂസ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? റിപ്പീറ്റ് എ ടാസ്ക് കണ്ടിന്യൂസ്ലി. ഒരു ടാസ്ക് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. അതിന് എൻഡുണ്ടോ? അതിന് എപ്പോൾ എൻഡുണ്ട്? നമ്മളെ സിസ്റ്റം എപ്പോഴാണോ റീസെറ്റ് ആവുന്നത് ആ റീസെറ്റ് ആവുന്നത് വരെ ഒരു ടാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ലൂപ്പിനെ പറയുന്ന പേരാണ് എന്ത്? ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ലൂപ്പ്. ഓക്കെ, ക്ലിയർ അല്ലേ? കണ്ടിന്യൂസ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ അല്ല കേട്ടോ നോക്കുന്നത്. ഒരു ലൂപ്പ്, ഒരു ടാസ്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫൈനൈറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്ത് പോവാണ്. എവിടെ വരെ? അണ്ടിൽ എ സിസ്റ്റം ഈസ് റീസെറ്റഡ്. ഒരു സിസ്റ്റം അണ്ടിൽ ദ സിസ്റ്റം ഈസ് റീസെറ്റഡ്, അണ്ടിൽ
ഒരു സിസ്റ്റം നമ്മളെ എപ്പോഴാണോ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം എപ്പോഴാണോ ഏത് സ്റ്റേറ്റിലെത്തുന്നത്, റീസെറ്റ് സ്റ്റേറ്റിലെത്തുന്നത്, അതുവരെ ഒരു ലൂപ്പ് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ലൂപ്പിനെ പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ലൂപ്പ്. രണ്ടാമത്തെ ലൂപ്പ് ഏതാണ്? കണ്ടീഷണൽ ലൂപ്പാണ്. കണ്ടീഷണൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് എ ടാസ്ക് അണ്ടിൽ സെർട്ടൈൻ ഡാറ്റ കണ്ടീഷൻസ് ആർ മെറ്റ്. ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കണ്ടീഷൻസ് മെറ്റ് ചെയ്യുന്നത് വരെ നമ്മളിപ്പോൾ കൊടുത്തു i=1, i<10. അപ്പോൾ എത്ര ടൈംസ് അവിടെ ആ ലൂപ്പ് വർക്ക് ചെയ്യും? i=1 ആണല്ലോ നമ്മൾ കൊടുത്തത്. i=1, 2, 3, 4, 5, 6, 7, 8, 9. i<10 എന്ന് പറയുമ്പോൾ എവിടെ വരും? 9 വരെ വരും. അപ്പം നമ്മൾ അവിടെ ഒരു 10 ടൈംസ് അവിടെ എന്ത് ചെയ്തു? വർക്ക് ചെയ്തു അല്ലേ? അതാണ് എന്ത്? കണ്ടീഷണൽ ലൂപ്പ്. അപ്പോൾ കണ്ടിന്യൂസ് ലൂപ്പ് റിപ്പീറ്റ് എ ടാസ്ക് കണ്ടിന്യൂസ്ലി. അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കുക. എന്താണ് കണ്ടിന്യൂസ് ലൂപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം. കണ്ടിന്യൂസ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് എ ടാസ്ക് കണ്ടിന്യൂസ്ലി. ഒരു ടാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. കണ്ടിന്യൂസ് ലൂപ്പ് ഈസ് സെറ്റപ്പ് ബൈ യൂസിങ് എ അൺകണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഷോൺ ഇൻ the flow chart. A program with a continuous loop does not stop repeating the task until the system is reset. ഇവിടെ എപ്പോഴാ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നത്? സിസ്റ്റം എവിടെ എത്തുന്ന സമയത്ത് സിസ്റ്റത്തിനെ നമ്മൾ റീസെറ്റ് ചെയ്താൽ മാത്രമേ അവിടെ ആ ഒരു ലൂപ്പ് എന്താവുള്ളൂ? എക്സിറ്റ് ആവുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളൊന്ന് നോക്കൂ. സ്റ്റാർട്ട് ഉണ്ട്, ഒരു ടാസ്ക് പെർഫോം ചെയ്യാണ്. ഗോ ബാക്ക് ആൻഡ് റിപ്പീറ്റ്. ആ ടാസ്കിൽ ആ ഗോ ബാക്ക് റിപ്പീറ്റിൽ നിന്ന് ആരോസ് മേലേക്ക് പോകുന്നുണ്ട്. വീണ്ടും ആ ഒരു പെർട്ടിക്കുലർ ടാസ്ക് എന്ത് ചെയ്യാണ്? അങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. ഇങ്ങനെ എത്ര ടൈം? ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ടൈം അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് എപ്പോഴാണ് അത് സ്റ്റോപ്പ് ആവുന്നത്? നമ്മളെ സിസ്റ്റം നമ്മളെ എപ്പോഴാണോ ഒരു റീസെറ്റ് സ്റ്റേറ്റിലോട്ട് നമ്മളെ സിസ്റ്റത്തിനെ നമ്മൾ കൊണ്ടുവരുന്നത്, ആ ടൈം വരെ ആ സിസ്റ്റം എന്ത് ചെയ്യും? റീസെറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് ലൂപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്ത ലൂപ്പ് നോക്കൂ, കണ്ടീഷണൽ ലൂപ്പാണ്. എന്താ കണ്ടീഷണൽ ലൂപ്പ് എന്ന് പറഞ്ഞേ? ആ കണ്ടീഷണൽ ലൂപ്പ് ഈസ് സെറ്റ് ബൈ എ കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻസ്. നമ്മളൊരു പെർട്ടിക്കുലർ കണ്ടീഷൻസ് മെറ്റ് ചെയ്യുന്നത് വരെ ഒരു സിസ്റ്റം ഒരു ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടീഷണൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ കണ്ടീഷൻസ് മെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് നോക്കുന്നുണ്ട്? നമ്മൾ ഫ്ലാഗ്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. 0 ഫ്ലാഗ്, ക്യാരി ഫ്ലാഗ്, വൈയും പിയും എസ് ഒക്കെ എന്താണ് ഒരുപാട് നമ്മൾ ഫ്ലാഗ് ബിറ്റുകൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ നമ്മൾ ഈ ഫ്ലാഗ് ബിറ്റുകൾ നോക്കിയിട്ടാണ് ഈ കണ്ടീഷൻസ് മെറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് സിസ്റ്റം മനസ്സിലാക്കുന്നത്. നമ്മളല്ല കേട്ടോ, സിസ്റ്റം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒരു കണ്ടീഷൻസ് നമ്മളൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷന് മെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ ഫ്ലാഗ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഈ ലൂപ്പിൽ നമ്മൾ ഈ കണ്ടീഷണൽ ലൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? കൗണ്ടിങ് ആൻഡ് ഇൻഡെക്സിങ് ആണ്. ക്ലിയർ ആണല്ലോ അല്ലേ? പിന്നെ തൊട്ടടുത്ത ടോപ്പിക് എന്താണ്? കണ്ടീഷണൽ ലൂപ്പ് ആൻഡ് കൗണ്ടറാണ്. കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൗണ്ടിങ് നമ്മൾ നോക്കണം. ഒരു പെർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കൗണ്ട് ഓപ്പറേഷൻ ഉണ്ട്. ഇൻക്രിമെൻറ്റ് ചെയ്യുക, ഡിക്രിമെൻറ്റ് ചെയ്യുക, എത്ര വരെ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും അത് പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ടാസ്ക് ഒരു ഓപ്പറേഷൻസ് അവിടെ ആ സിസ്റ്റം എന്താണ് അവിടെ ഒരു പെർട്ടിക്കുലർ എക്സിക്യൂഷനിൽ ഒരു സിസ്റ്റത്തിൻ്റെ കണ്ടീഷനെ മെറ്റ് ചെയ്യുന്നത് വരെ അവിടെ ഈ ഒരു കൗണ്ടർ ഓപ്പറേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ സിസ്റ്റം എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അവിടെ കണ്ടീഷണൽ ലൂപ്പിൽ കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ടർ ഈസ് എ ടിപ്പിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ദ കണ്ടീഷണൽ ലൂപ്പ്. ഇവിടെ മൈക്രോ പ്രോസസ്സറിന് എന്ത് ആവശ്യമുണ്ട്? കൗണ്ടർ ആവശ്യമുണ്ട്, ഫ്ലാഗ് ആവശ്യമുണ്ട്. കൗണ്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആ ഒരു പെർട്ടിക്കുലർ ഒരു സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ടാസ്ക് ആയിരിക്കും കൊടുക്കുന്നത്. i=10 അല്ലെങ്കിൽ i<9, i<9 എന്നോ അല്ലെങ്കിൽ അപ്പോൾ കൗണ്ടർ ആൻഡ് ഇൻഡെക്സിങ്ങിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തത്
കണ്ടീഷണൽ ലൂപ്പ് ആൻഡ് കൗണ്ടർ അല്ലേ. അപ്പോൾ ഒരു കൗണ്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. നമുക്ക് കൗണ്ടിങ് വേണം, ഫ്ലാഗ് വേണം. അതായത് i = 10 അത് കൗണ്ട് ചെയ്യണം. അത് i ഈക്വൽ ടു അല്ല, i<10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10ൻ്റെ താഴെയുള്ള വാല്യൂസ് എത്തുന്നത് വരെ നമ്മൾ കൗണ്ട് ചെയ്യണം. അവിടെ നമ്മൾ എന്താ iന്ന് 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 1 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ i 1 2 3 4 5 6 7 8 9 അങ്ങനെ എന്ത് ചെയ്യും, ഇൻക്രിമെൻ്റ് കൗണ്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിൽ ആ ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്യുന്നത് വരെ എന്ത് വേണം, കൗണ്ടർ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. കൗണ്ടർ എന്താണ്, ഈസ് സെറ്റ് ബൈ ലോഡിങ് ആൻ അപ്രോപ്രിയേറ്റ് കൗണ്ട് ഇൻ രജിസ്റ്റർ. കൗണ്ടറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ രജിസ്റ്ററിൽ എന്തുണ്ട്, ഒരു കൗണ്ടർ യൂസ് ചെയ്യുന്നുണ്ട്. Counting is performed by either increment or decrement counter. Loop is set by a conditional jump instructions. പിന്നെന്താണ്, കൗണ്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ഫ്ലാഗ് സെറ്റ് ചെയ്യും. ആ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഫ്ലാഗിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ കൗണ്ടറിൻ്റെ വാല്യൂ ഫിനിഷ് ചെയ്തിട്ടില്ലേ എന്നുള്ളത് ആര് മനസ്സിലാക്കുന്നത്, മൈക്രോ പ്രോസസ്സർ മനസ്സിലാക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ. അടുത്തത് കൗണ്ടർ ആൻഡ് ഇൻഡെക്സിങ്. കൗണ്ടർ ഇൻഡെക്സിങ്ങിൽ അടുത്ത സ്ലൈഡാണ് നമ്മളിപ്പോൾ പറയുന്നത്. എന്താണ് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതായത് പോയിൻറ്റിങ് ഓർ റെഫറൻസിങ് ഒബ്ജക്റ്റ് വിത്ത് എ സീക്വൻഷ്യൽ നമ്പർ. അതായത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ പ്രോഗ്രാമർക്ക് മെമ്മറിയിലുള്ള ഡാറ്റനെ എന്ത് ചെയ്യണം, റെഫർ ചെയ്യണം. ഈ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യേണ്ട ഈ ഡാറ്റ എങ്ങനെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, സീക്വൻഷ്യലായിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഡാറ്റനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻഡെക്സിങ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇൻഡെക്സിങ് മീൻസ് പോയിൻറ്റിങ് ഓർ റെഫറൻസിങ് ഒബ്ജക്റ്റ് വിത്ത് എ സീക്വൻഷ്യൽ നമ്പർ. അപ്പോൾ ഈ സീക്വൻഷ്യലായിട്ടുള്ള ഈ ഡാറ്റനെ, മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റനെ നമ്മൾ സീക്വൻഷ്യൽ നമ്പേഴ്സ് യൂസ് ചെയ്യും. 1 2 3 4 അല്ലെങ്കിൽ 0 1 2 3 4 എന്ന് പറയുന്ന നമ്പർ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻഡെക്സിങ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻഡെക്സിങ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ പ്രോഗ്രാമർ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, മെമ്മറിയിലുള്ള ഡാറ്റനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സീക്വൻഷ്യലായിട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണ്, ടൈം ഡിലേ ആണ്. ടൈം ഡിലേ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഈ ടൈം ഡിലേ നോക്കൂ, ലോഡ് ഡിലേ രജിസ്റ്റർ ഉണ്ട്, ബോഡി ഓഫ് ദ ലൂപ്പ് ഉണ്ട്, പിന്നെ ഒരു കണ്ടീഷൻസ് ഉണ്ട്, ഈസ് ദിസ് ഫൈനൽ കൗണ്ട്. അതായത് ദിസ് പ്രൊസീജിയർ ഈസ് യൂസ്ഡ് ടു, അപ്പം ജസ്റ്റ് ഈ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കുക. ദ പ്രൊസീജിയർ ഈസ് യൂസ് ടു ഡിസൈൻ എ സ്പെസിഫൈഡ് ഡിലേ സിമിലർ ടു ദ യൂസ്ഡ് ടു സെറ്റപ്പ് എ കൗണ്ടർ. രജിസ്റ്റർ ഈസ് ലോഡഡ് വിത്ത് എ നമ്പർ ഡിപ്പെൻഡിങ് ഓൺ ടൈം ഡിലേ റിക്വയർഡ്. Then the register decremented until it reached 0 up loop with the condition instruction. The loop causes the delay depending upon the clock period. അപ്പോൾ നമുക്കൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ക്ലോക്ക് വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ക്ലോക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓപ്പറേഷൻസ് സിസ്റ്റത്തിൽ നമ്മളെ പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഡിലേ, എത്ര ഡിലേ, ഈ ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെമ്മറി അഡ്രസ് രജിസ്റ്റർ, ഡാറ്റ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ, അക്യുമുലേറ്റർ, ഇവരൊക്കെ ഒരു പാരലായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഓരോ ഓപ്പറേഷൻസ് മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഡിലേസിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിലേ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, മാക്സിമം ഡിലേ, ടൈം ഡിലേ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻസ്, അതായത് ഒരു ക്ലോക്ക് ഉണ്ട്, ഈ ക്ലോക്കിൻ്റെ വാല്യൂ നോക്കിയിട്ടായിരിക്കും ഇതിലെ ഡിലേസ് എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ ലൂപ്പ് കോസസ് ദ ഡിലേ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്ലോക്ക് പീരീഡ് ഓഫ് ദ സിസ്റ്റത്തിൻ്റെ ക്ലോക്ക് പീരീഡിൽ ഡിലേസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, ഇവിടെ യൂസ് ചെയ്യുന്ന ക്ലോക്ക് ജനറേറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്ക് സ്റ്റാക്കാണ്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.